വെബ് സീരീസായ ഫാർമ കണ്ടു. സ്റ്റാറിംഗ് നിവിൻ പോളി, റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ PR അരുൺ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് ഗൗരവമായ സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള ഗുരുതരമായ ചൂഷണങ്ങളൊക്കെ ഇത് തുറന്നു കാണിക്കുന്നുണ്ട്. എന്നാൽ എവിടെയും ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാത്തതുപോലെ തോന്നി. ബേസിക് പ്ലോട്ട് മികച്ചതാണെങ്കിലും ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒക്കെ മികച്ചതായിട്ട് തോന്നിയിട്ടില്ല. ഒരു എൻഗേജിങ് ഫാക്ടർ നിലനിർത്താൻ പല സ്ഥലത്തും കഴിഞ്ഞില്ല. ഇനി നമുക്കൊന്ന് പെർഫോമൻസ് നോക്കാം. നിവിൻ പോളിയാണ് ഒരു മെഡിക്കൽ റപ്പായിട്ടാണ് വരുന്നത്. KP വിനോദായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ബിനു പപ്പു, നരയൻ, വീണ, നന്ദകുമാർ ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ റോള് വലിയ കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ദ ബെസ്റ്റ് പെർഫോമർ ഈ വെബ് സീരീസിൽ എനിക്ക് തോന്നിയത് ശ്രുതി രാമചന്ദ്രനാണ്. ഈ ക്യാരക്ടർ വളരെ കൺവിൻസിംഗ് ആയിട്ട് ശ്രുതി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ജാനകി എന്നൊരു ക്യാരക്ടറായിരുന്നു. വളരെ വളരെ നാച്ചുറലായിട്ട് തന്നെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ശ്രുതി സ്ക്രീനിലെത്തുന്ന സമയത്തൊക്കെ നമുക്ക് ചെറിയൊരു എനർജി തോന്നും. ഇനി രജിത് കപൂർ, അദ്ദേഹം ഒരു മികച്ച വേഷം ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ അഭിനയം ക്രിയേറ്റ് ചെയ്യുന്നൊരു മൂഡ് ഈ ഒരു വെബ് സീരീസിൻ്റെ ഒഴുക്കിനെ കുറച്ചുകൂടി ഒന്ന് സ്ലോ ആക്കുന്നത് പോലെ തോന്നി. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ മരുന്ന് കമ്പനിയുമായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണം അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കണം എന്ന ഫീലൊന്നും നമ്മളിൽ ഇത് ജനിപ്പിക്കുന്നില്ല. അതൊരു വലിയ പരാജയമായി തോന്നി. പിന്നെ ഈ ചൂഷണത്തിന് ഇരയായവരെ കാണിക്കുമ്പോഴും അവരുടെ വേദനയിലൂടെയുള്ള ഒരു സഞ്ചാരമൊക്കെ കാണിക്കുമ്പോഴും നമുക്ക് പ്രത്യേകിച്ചൊരു ഫീല് കിട്ടുന്നില്ല. എന്നെ ഇതിൽ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അഭിനന്ദൻ രാമാനുജമാണ്. ഒരു രക്ഷയില്ലാത്ത ആളാണ്. നമ്മുടെ ആമേനും ഡബിൾ ബാരലും നയനും പിന്നെ നമ്മുടെ ബ്രോഡാഡിയും ഗുഡ് ബാഡഗ്ലിയും ഒക്കെ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക് വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പല തവണ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ്. അപ്പം അത്ര മികച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രഫി എനിക്ക് തോന്നിയില്ല ഇതിൽ. പിന്നെ വളരെ ഗൗരവമായ വിഷയമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. ആ സബ്ജക്റ്റിന് ഇൻറ്റൻസിറ്റി കാണിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് ഉയരണമായിരുന്നു. പക്ഷേ അതിവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഇതൊരു ആവറേജ് അനുഭവമായി മാറുന്നു. സോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ശരി.